89.6 FM Sargakshetra Radio Garage. സർഗക്ഷേത്ര 89.6 FM-ൽ റേഡിയോ ഗാരേജിന്റെ സമയമാണ്. രണ്ടുപേർ ചേർന്ന് ഗാരേജിന്റെ ഷട്ടർ ഉയർത്താൻ തയ്യാറായിട്ട് നിൽക്കുന്ന നേരമാണ്. നല്ല ചൂടുപിടിച്ച സമയം, വിഷു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സന്തോഷം നിറഞ്ഞൊരു സമയം. ഗാരേജിന്റെ ഷട്ടർ ഉയർത്താം. രണ്ടുപേർ ചേർന്നു എന്ന് പറയുമ്പോൾ ഒരാളുടെ പേര് കെവിൻ ആണ്, ഒരാളുടെ പേര് വിനു. അതാണ്. അപ്പോ എന്തായാലും വളരെയധികം സന്തോഷമുള്ള ഒരു സമ്മർ വെക്കേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരുപാട് ചർച്ചകൾ നടത്തുന്ന ഒരു സമയമാണിത്. അതെ. അപ്പോ വീടുകളിലൊക്കെ ആണെങ്കിലും വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന അവധിക്കാലം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സമ്മർ വെക്കേഷൻ വിളിക്കാമല്ലോ. എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വീക്ക് ഡേയ്സിൽ വീട്ടിലുള്ളവർ ജോലിക്കൊക്കെ പോകുമെങ്കിലും അവധിയുള്ള ദിവസങ്ങളിൽ, അതായത് ജോലിക്കാർക്ക് അവധിയുള്ള ദിവസങ്ങളിൽ വീട്ടിലെ കുട്ടികളും ബാക്കി എല്ലാവരോടും ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും എല്ലാവർക്കും കൂടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകാൻ നമ്മുടെ വീട്ടിലൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചു തുടങ്ങുന്നത്. ഒരു പക്ഷെ ആ ചിന്തയിൽ നിന്നായിരിക്കും വീട്ടിലെ പോർച്ചിലേക്ക് ഒരു കാർ എത്തുന്നത്. അങ്ങനെയായിരിക്കും കാറുകളിൽ നിന്ന് അടുത്ത വണ്ടിയിലേക്കുള്ളൊരു വലിയ ഒരു മാറ്റവും വളർച്ചയൊക്കെ വരാൻ പോകുന്നത്. ഇങ്ങനെയാണല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എല്ലാ വീടുകളിലും കാർ എത്തിയിട്ടുണ്ടാകുക. അങ്ങനെ ആകണമല്ലോ. അപ്പോൾ എന്തായാലും സമ്മർ വെക്കേഷൻ ഒരുപാട് വണ്ടിക്കച്ചവടങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് തന്നെ റേഡിയോ ഗാരേജിൽ നമ്മൾ വണ്ടിക്കഥകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇന്ന് ഗാരേജിൽ എത്ര വാഹനങ്ങളുമായിട്ടാണ് നമ്മൾ ഷട്ടർ തുറക്കാൻ പോകുന്നത്? ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ എപ്പിസോഡ്. ഇപ്പൊ സമ്മർ വെക്കേഷൻ ആകുമ്പോൾ, വിഷുക്കാലം ആകുമ്പോൾ സ്പെഷ്യൽ എപ്പിസോഡ് ആകണമല്ലോ. അതെ, സമ്മർ വെക്കേഷൻ ആകുമ്പോൾ തന്നെ റിലീസുകളുടെ സമയമാണ്. ഉറപ്പായിട്ടും തിയേറ്ററുകളിലും ഇതുപോലെ തിയേറ്ററുകളും വളരെ സജീവമാകുന്നു, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ സജീവമാകുന്നു. എല്ലാം ഏറ്റവും കൂടുതൽ, അതായത് മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം ഒരുപാട് പൈസ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോ തിയേറ്റർ അതുപോലെ തന്നെയാണ്. അതെ, അതുപോലെ വാഹന ലോകത്തും കുറെ റിലീസുകൾ നടന്നിട്ടുണ്ട്. വാഹനങ്ങളുടെ റിലീസ് കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. അപ്പൊ നമ്മള് പണ്ടുണ്ടായിരുന്നു, കുറെ കാലത്തിന് ശേഷം വീണ്ടും വന്നു. അങ്ങനത്തെ ഒരു പറ്റം അല്ലെ, ഒരു സെറ്റ് ഓഫ് വാഹനങ്ങളുമായിട്ടാണ് ഇന്ന് ഗാരേജ് തുറക്കാൻ പോകുന്നത്. അതെ, ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിച്ച വാഹനങ്ങൾ എവിടെയോ പോയി മറന്നിട്ട് വീണ്ടും തിരിച്ചു വന്നതിന്റെ കഥകൾ പറഞ്ഞു തുടങ്ങുന്ന നേരം റേഡിയോയിൽ തുടങ്ങുവാണ്. രണ്ടുപേരുടെ കൂടെ, ഒരാൾ കെവിനാണ്, ഒരാൾ വിനുവാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra റേഡിയോ ഗാരേജ് സമ്മർ വെക്കേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വിഷു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, വാഹനങ്ങളെ പറ്റിയൊക്കെ വീടുകളിൽ ചർച്ച നടക്കുന്ന ഒരു നേരമാണ്. സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറഞ്ഞാണ് കെവിൻ നമ്മൾ ഷട്ടർ തുറന്നത്. എവിടെ നിങ്ങളെ സ്പെഷ്യൽ എന്നൊക്കെ പലയിടത്തും ആളുകൾ ചോദിച്ചു തുടങ്ങി. അപ്പോൾ റിലീസ് ചെയ്ത കാറുകളെ പറ്റി നമ്മൾ പറഞ്ഞു പോകുന്നു. ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഏറ്റവും ആദ്യം റിലീസ് കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയ ഒരാളെയാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. ആരാണ് അയാൾ? ടാറ്റാ സിയാറ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ സിയാറ എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോഴത്തെ എല്ലാ ജനറേഷനിലുള്ള മനുഷ്യർക്കും ഒരുപോലെ മനസ്സിലാകാൻ പാകത്തിന് സിയാറ റോഡിലേക്ക് എത്തി. സിയാറയെ നമ്മളെല്ലാം നേരിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിയാറയ്ക്കകത്തും നമ്മളുടെ റേഡിയോ കേട്ടുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന പലരും ഉണ്ടാവും. ഓക്കെ, അപ്പോ സിയാറയുടെ ഒരു മടങ്ങി വരവിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സിയാറയുടെ മടങ്ങി വരവ് പറയുമ്പോൾ ഈ ഒരു വാഹനം 90s കാലഘട്ടത്തിലായിരുന്നല്ലോ ലോഞ്ച് ചെയ്തത്. അന്നത്തെ 90s കിഡ്സ് ഇന്നിപ്പോൾ ഒന്നുകിൽ വിവാഹം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജോലി തിരക്കുകളുടെ സമയത്താണ്. എന്നാൽ അടുത്തൊരു ജനറേഷന് സിയാർ എന്ന് കാണാനായിട്ടുണ്ട്. തിരിച്ചു വന്ന ഒരു സിയാർ ഇന്ന് മാർക്കറ്റിലുണ്ട്. മനസ്സിലായി. അത്രയും വ്യത്യാസം ഏകദേശം ഒരു 20 വർഷത്തിന് ശേഷം ആണ്, 20-25 വർഷത്തിന് ശേഷമാണ് വരുന്നത്. ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യാൻ, പഴയ സിയാറെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചോട്ടാ മുംബൈയിലേക്ക് ഒന്നുകൂടി പോവാം. നമ്മൾ ഇതിനു മുമ്പ് സിയാറെ പറ്റി പറഞ്ഞപ്പോ പോയതാണ്. ചോട്ടാ മുംബൈയിലെ മണിച്ചേട്ടൻ ഓടിച്ച് ചീറിപ്പാഞ്ഞു വന്ന എല്ലാവരെയും പേടിപ്പിച്ച് പുറത്തേക്ക് ഇറക്കിയിരുന്ന അതേ സിയാറ തന്നെ. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി വീണ്ടും വന്നു, നല്ല കയ്യടി വാങ്ങി ഒരുപാട് ബുക്കിംഗുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, തിരിച്ചുവരവുകൾ ചില സമയത്ത് പാളിപ്പോകാറുണ്ട്. അങ്ങനെ പാളിപ്പോയ വണ്ടികൾ നമ്മൾ ലിസ്റ്റിലുണ്ട്. എല്ലാം നമ്മൾ പറയുമല്ലോ. അതെ, അതിൽ സക്സസ് ആയ ഒരു വാഹനമാണ് ടാറ്റാ സിയാറ. ഇന്നിപ്പോൾ സിയാറയുടെ ബുക്കിംഗ് 3 മാസം 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. തിരിച്ചു വന്നപ്പോൾ പെട്രോളും ഡീസലും കൂടാതെ നമുക്ക് EVയിലും ഈ ഒരു വാഹനം വരുന്നുണ്ട്. സോ റിലീസുകൾ ഈ ഒരു 2026 സമയത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് EVയിലേക്കും കൂടി ആ ഒരു വാഹനങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതാണ് വാഹനങ്ങളിലെ റിലീസുകൾ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. പഴയ പടം റിലീസ് ചെയ്യുമ്പോൾ അറ്റ്മോസ് മിക്സിംഗ് ഒക്കെ നടത്തിയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് കളർ ഗ്രേഡിംഗ് ഒക്കെ ചേർത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കളർഫുൾ പരിപാടി ഉണ്ടല്ലോ. പഴയ പടം തന്നെയല്ല, കുറച്ച് വ്യത്യാസങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്ന് നിർമ്മാതാവിന് സംവിധായകനൊക്കെ പറയാൻ പാകത്തിന് സിയാറെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ സന്തോഷത്തിൽ റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra
റേഡിയോ ഗാരേജിൽ നമ്മൾ റീ റിലീസ് ചെയ്ത വാഹനങ്ങളെ പറ്റിയുള്ള ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെവിനും വിനുകൊണ്ട് കൂടെ നമ്മൾ ഓരോ വാഹനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാരേജിനകത്ത് അടുത്തതായിട്ട് ആരെയാണ് മുന്നിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ കാണിക്കാൻ പോകുന്നത്? സിയാറയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സക്സസ് റേഷ്യോ ഉള്ള ഒരു റീ റിലീസ് വാഹനമാണ് റെനോ ഡസ്റ്റർ. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതെ, ഡസ്റ്റർ ആദ്യം വന്നപ്പോൾ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. രണ്ടാമത് വരുമെന്ന് പറഞ്ഞ് എല്ലാവരിലേക്കും അതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എത്തിയപ്പോഴും സൂപ്പർ ഹിറ്റ് തന്നെയാണ്. അതെ, ഇനി കൈകളിലേക്ക് കിട്ടാൻ കാത്തിരിക്കുന്ന നേരമാണ്. അതെ, അവിടെയാണ് ഏറ്റവും വലിയൊരു ഡിലേ റെനോ ഇട്ടിരിക്കുന്നത്. അതെ, 2012 ഡസ്റ്റർ വന്നത്. അതിനുശേഷം 2026 വീണ്ടും എത്തുകയാണ്. 2026 എന്ന് പറയാൻ പറ്റില്ല, 2027 മാത്രമേ നമുക്ക് എല്ലാ വേരിയൻസും നമുക്ക് കിട്ടുള്ളൂ. സിയാറ വന്ന പോലെയല്ല, ഹൈബ്രിഡ് വരുന്നുണ്ട്, പെട്രോൾ വരുന്നുണ്ട്, EV കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. EVയോ CNG ഉള്ള മോഡൽസ് ഒന്നും വരുന്നില്ല. അതാണ് സിയാറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു വലുപ്പമുള്ള ഒരു വാഹനമായിരിക്കാം ഡസ്റ്റർ. പക്ഷേ രണ്ടും ഒരു സെഗ്മെന്റ് തന്നെയാണ്, ഒരു സെഗ്മെന്റിൽ തന്നെ മത്സരിക്കുന്നവരാണ്. വിലയും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ വരാൻ സാധ്യതയുള്ള വേരിയന്റുകൾക്ക് ഒരേ വില തന്നെ ആകാനും സാധ്യത ഉണ്ടല്ലേ. പക്ഷെ കാണാനുള്ള ഡിസൈനും അതിന്റെ അട്രാക്ഷനുമാണ് വ്യത്യസ്തമാക്കുന്നത്. അതെ, ഉറപ്പായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു സിയാറയ്ക്കായിരിക്കും ഡസ്റ്ററിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ലുക്ക് സൈഡ് നോക്കുമ്പോൾ ചിലപ്പോൾ അവര് തന്നെ, അതായത് സിയാറ അവതരിപ്പിച്ച ആ ഒരു യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ ഇപ്പോ ഒരുപാടിടങ്ങളിൽ കാണുന്നുണ്ട് കേട്ടോ. കോട്ടയത്ത് തന്നെ നമ്മൾ എത്ര വണ്ടി കണ്ടു എന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. കറക്റ്റാണ്. എന്തായാലും വണ്ടികൾ ഒരുപാട് വരുന്ന ഒരു നേരമാണ്. റീ റിലീസ് കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റേഡിയോയിൽ. അത് സിനിമകളുടെ അല്ല, വാഹനങ്ങളുടെ ആണെന്ന് മാത്രം. കേട്ടുകൊണ്ടിരുന്നോളൂ. റേഡിയോ ഗാരേജ് ആണ്. വിനുവും കെവിനും ഉണ്ട് കൂടെ. 89.6 FM സർഗക്ഷേത്ര. റേഡിയോ ഗാരേജിൽ റീ റിലീസ് ചെയ്ത വാഹനങ്ങളെ പറ്റിയുള്ള കഥകളാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഇതിനു മുൻപ് ഇദ്ദേഹത്തെ നമ്മൾ കുറേ കാലം മുമ്പ് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാരായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അത് തന്നെയാണ് പരിപാടി. ഇപ്പൊ ഏത് വണ്ടിയാണ് ഗാരേജിൽ എത്തിയിട്ടുള്ളത്? നമുക്ക് സാൻഡ്രോയെ പറ്റി പറയാം. സാൻഡ്രോ ഇപ്പൊ എനിക്ക് തോന്നുന്നു 2 വേർഷനും അവൈലബിൾ ആണ്. പണ്ടത്തെ സാൻഡ്രോ ഇപ്പോഴും അതുപോലെ സൂക്ഷിക്കുന്ന മനുഷ്യരുടെ വീടുകളുമുണ്ട്, പുതിയ സാൻഡ്രോ എടുത്തവരുടെ വീടുകളുമുണ്ട്. പഴയ സാൻഡ്രോ എന്ന് പറയുമ്പോൾ വട്ടത്തിലുള്ളൊരു കണ്ണുള്ള ഹെഡ്ലൈറ്റ് ഉള്ള സാൻഡ്രോ, അതാണ് ഫസ്റ്റ് സാൻഡ്രോ. അതെ, നമ്മളിപ്പോ ഡസ്റ്ററിനെ പറ്റി പറഞ്ഞപ്പോഴും പഴയ ഡസ്റ്റർ ഉപയോഗിക്കുന്നവർ പുതിയ ഡസ്റ്റർ വാങ്ങിക്കാൻ പോകുന്നവരുണ്ട്. പക്ഷെ സിയാറയുടെ കാര്യത്തിൽ മാത്രം പഴയ സിയാറ ഉള്ളവർ വളരെ ചുരുക്കമായിരിക്കും, വളരെ ചുരുക്കമായിരിക്കും. അത് വളരെ നേരത്തെ മുമ്പാണല്ലോ, ഒരുപാട് കാലം മുമ്പാണല്ലോ ആദ്യ ആള് വന്നത്. അപ്പൊ എന്തായാലും സാൻഡ്രോ എല്ലാവരെയും ഒരു കാലഘട്ടത്തിൽ ഇഷ്ടപ്പെടുത്തിയ വണ്ടിയാണ്. വീട്ടിലൊരു സാൻഡ്രോ കാർ, ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു പ്രയോഗം. ഒരു മാരുതി കാർ എന്ന് പറഞ്ഞതുപോലെ. ഓക്കെ, ഒരുപക്ഷെ ഹ്യുണ്ടായി എന്ന ബ്രാൻഡ് ഇന്ന് ഇന്ത്യയിൽ ഇത്രയധികം സർവൈവ് ചെയ്യുന്നതിന്റെ റീസൺ പോലും സാൻഡ്രോ ആണ്. അതെ, അന്ന് സാൻഡ്രോ ഇറക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഹ്യുണ്ടായി ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അന്ന് മാരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം സാൻഡ്രോ ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് സാൻഡ്രോ അല്ലെങ്കിൽ ഹ്യുണ്ടായി എന്ന് പറയുമ്പോൾ നമുക്കൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു വാഹനമാണ്. സാൻഡ്രോ 2015 സമയത്തൊക്കെയാണ് ഡിസ്കണ്ടിന്യൂ ചെയ്തത്. അതിനുശേഷം വീണ്ടും 2018 അവതരിപ്പിച്ചു. 3 വർഷം കഴിഞ്ഞ് വീണ്ടും തീരുമാനങ്ങളൊക്കെ മാറി. അതെ, ചിന്തിച്ചു നോക്കിയപ്പോൾ ശരിയാണല്ലോ. സാൻഡ്രോ അങ്ങനെ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് നാട് വിട്ടു പോകേണ്ട ആളൊന്നും അല്ല, ഇവിടെ എല്ലാവർക്കും വേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്ന സാൻഡ്രോ 1.5 മാറ്റമായിട്ടാണ് വന്നത്. അതെ, ഡിസൈൻ അടക്കം കംപ്ലീറ്റ്. എനിക്ക് തോന്നുന്നു പേര് കണ്ടാൽ മാത്രമേ നമുക്കിത് സാൻഡ്രോ എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ സാൻഡ്രോ ഇതല്ല. അതെ, പക്ഷെ അത് വിചാരിച്ച പോലെ ഉള്ള ഒരു സക്സസ് റേഷ്യോ ഉണ്ടായിരുന്നു. റീ റിലീസ് ഉദ്ദേശിച്ച രീതിയിൽ ആയില്ല, ഒത്തില്ല, തിയേറ്ററിൽ ആള് കയറിയില്ല. പടം പാളി. ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് റീ റിലീസ് ചെയ്ത സാൻഡ്രോ ഉദ്ദേശിച്ച ഇമ്പാക്ട് ഉണ്ടാക്കാതെ ചമ്മി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതെ, എനിക്ക് തോന്നുന്നു റീ റിലീസുകളുടെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം മാത്രമല്ല, വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് വലിയ ശബ്ദം ഉണ്ടാക്കാതെ മടങ്ങിപ്പോയത്. ഓക്കെ, ടാറ്റ സിയാറ, ഡസ്റ്റർ ഒക്കെ പറയുമ്പോഴും അതിനൊരു ഐക്കോണിക് വാല്യൂ ഉണ്ട്. അത് മുമ്പോട്ട് നല്ല സെയിൽസ് കൊണ്ടുവരും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംബാക്ക് അത് തിരിച്ചു വന്നത് ഒരു വരവ് തന്നെയാണ്, അതൊരു കംബാക്ക് തന്നെ ആയിരുന്നു. അതെ, പക്ഷേ സാൻഡ്രോ പോലുള്ള കുറച്ച് വാഹനങ്ങൾ വന്നിട്ട് ആരും അറിയാതെ തന്നെ തിരിച്ചുപോയി. വലിയ ആഘോഷമൊന്നും ഉണ്ടാക്കാതെ, ശബ്ദം കേൾപ്പിക്കാതെ പടക്കം പൊട്ടിച്ചിട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോ എന്തായാലും സാൻഡ്രോ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേരെ ഒരുപാട് ഇടങ്ങളിലേക്ക് എത്തിച്ച വാഹനമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സാൻഡ്രോ വീടുകളിൽ ഉണ്ടായിരുന്നവരും ഉള്ളവരും ഒക്കെ നമ്മുടെ വണ്ടിയെ പറ്റിയാണ് പറയുന്നത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാട്ടോ. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര.
റേഡിയോ ഗാരേജിൽ നമ്മൾ റിലീസ് ചെയ്ത കാറുകളെ പറ്റിയുള്ള കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. പുതിയ പുതിയ വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നതിന്റെയൊക്കെ ഒരു തുടക്കം ചിലപ്പോൾ കുറേ കാലം മുമ്പ് ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ പണ്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് എവിടെയോ പോയി, പിന്നെ വന്നു. ഇത് തന്നെയാണ് പരിപാടി, ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെവിനും വിനുവിന്റെ കൂടെ അടുത്ത വണ്ടി ഏതാണ്? കിയ കാർണിവൽ. കാർണിവൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ ഒരു ഓർമ്മയിലെ കാർണിവൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു വണ്ടിയോ എന്നൊക്കെ പോലും ചിന്തിച്ചു പോയ ഒരു വാഹനമായിരുന്നു. എന്നിട്ട് എന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനെ ഒരു വണ്ടി ഇറക്കിയത് എന്നൊക്കെ ആ കാലഘട്ടത്തിൽ കേട്ടോ. അന്ന് വാഹനങ്ങളെ പറ്റി ഒത്തിരി ആഴത്തിലൊന്നും ആലോചിക്കാൻ സമയമായിട്ടില്ല. എന്നാലും കണ്ടപ്പോൾ നിന്ന് നോക്കിപ്പോയ, അല്ലെങ്കിൽ ഒരിടത്ത് പാർക്ക് ചെയ്ത് കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ ചുറ്റും അപ്പുറം ഇപ്പുറം വന്ന് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ലെങ്ത്തുമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് പാർക്കിങ്ങിന്റെ സ്ലോട്ട് കവിഞ്ഞ് പുറത്തേക്ക് കിടക്കുകയാണല്ലോ എന്ന് തോന്നിപ്പോയ വണ്ടിയാണ്. അതെ, ചിലപ്പോൾ കിയ കാർണിവൽ എന്ന് പറയുമ്പോൾ വളരെയധികം ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് മനസ്സിലാകില്ല. കുറച്ചുകൂടെ മനസ്സിലാകണമെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന കറുത്ത കളറിലുള്ള വാഹനം, കുറെ ട്രോളുകളും കുറെ ന്യൂസിലും ഒക്കെ ഫേമസ് ആയ ഒരു വാഹനമാണ്. ആ ഒരു വാഹനമാണ്, അതാണ് കാർണിവൽ. അതൊരു ലക്ഷറി ലിമോസിൻ കാറ്റഗറിയിൽ പെടുന്ന വാഹനമാണ്. പക്ഷേ 2023 ആ വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്. 23 നിർത്തി. അതിനുശേഷം 24 വീണ്ടും പുതിയ വാഹനം കൊണ്ടുവന്നു. പക്ഷെ 2025 ആ ഒരു സമയത്താണ് ഏറ്റവും ലേറ്റസ്റ്റ് കിയ കാർണിവൽ വളരെ പ്രൈസ്ഡ് ആയിട്ട്, അതായത് വില കൂട്ടി ഇറക്കിയത്. 2018-19 സമയത്താണ് കിയ ഇന്ത്യയിലേക്ക് വരുന്നത്. ശരി. ആ സമയത്ത് അവർ അവതരിപ്പിച്ച ഫസ്റ്റ് വാഹനം കാർണിവലാണ്. അതിനുശേഷമാണ് സെൽട്ടോസും സോണറ്റ് പോലുള്ള വാഹനങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷെ ആ സമയം കോവിഡ് സമയമായത് കൊണ്ടൊക്കെ ആയിരിക്കാം കാർണിവലിന് വിചാരിച്ച സെയിൽസോ അല്ലെങ്കിൽ വിചാരിച്ച ഒരു മാർക്കറ്റിലുള്ള റെസ്പോൺസോ കിട്ടിയില്ല. അപ്പോൾ 2023 കൂടി ഡിസ്കണ്ടിന്യൂ ചെയ്തു. പക്ഷെ 2024 വീണ്ടും തിരിച്ചു വന്നു. ഇതിനകത്ത് എനിക്ക് ഇത് ശരിക്കും ഒരു ആധികാരികമായ വിവരമൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു സുഹൃത്ത് കിയയിൽ വർക്ക് ചെയ്യുന്നൊരു മാർക്കറ്റിംഗിൽ അത്യാവശ്യം എറണാകുളത്തെ ഏരിയ ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അപ്പൊ ആ സമയത്ത് കാർണിവലിനെ പറ്റി അവൻ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഓർക്കുവാണേ. കാർണിവൽ അങ്ങനെ ഉദ്ദേശിച്ച രീതിയിൽ ക്ലച്ച് പിടിക്കാതിരുന്ന ഒരു സമയത്ത് ഇവർ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്ത്, ഇപ്പൊ നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിലും അങ്ങനെ ഒരു പ്രൊമോഷൻ പരിപാടി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അത്രത്തോളം അറ്റൻഷൻ കിട്ടാതിരുന്ന സമയത്ത് ഇവർ രാഹുൽ ഗാന്ധി കേരളത്തിൽ ഇതുപോലെ കേരളം സന്ദർശിക്കാൻ വന്നു. അപ്പോ കിയ ആണ് വണ്ടി കൊടുത്തത് മുഴുവൻ കാർണിവലായിരുന്നു. ഈ കാർണിവൽ കൊടുത്തതിന്റെ പിന്നിൽ വണ്ടിയുടെ പോപ്പുലാരിറ്റി, വണ്ടി എല്ലാവരിലേക്ക് എത്തിക്കുക തന്നെയായിരുന്നു. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇത് കിയയിൽ നിന്നുള്ള ആധികാരികമായ വിവരമല്ല, നമ്മുടെ സുഹൃത്ത് പറഞ്ഞതാണ്. പക്ഷെ അവിടെ വർക്ക് ചെയ്തിരുന്ന ഈ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ VVIP ടൈപ്പ് ഓഫ് ആളുകൾക്ക് വാഹനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ആ വാഹനവും രജിസ്റ്റർ ചെയ്യപ്പെടുവാണല്ലോ. അങ്ങനത്തെ ഒരു കാര്യം കൂടി ഇതിനിടയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമോ? അത് മാത്രമല്ല, കൊച്ചിയില് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഇതുപോലുള്ള ലക്ഷറി ഡീലർഷിപ്പുകളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും പ്രധാനപ്പെട്ട കമ്പനികളുടെ VVIPകളൊക്കെ എയർപോർട്ടിൽ അല്ലെങ്കിൽ കേരള വിസിറ്റിനൊക്കെ വരുന്ന സമയത്ത് അവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വണ്ടി കൊടുക്കും, ഹൈ എൻഡ് വാഹനങ്ങൾ കൊടുക്കും. ഇപ്പോൾ നമ്മളിപ്പോ മുകേഷ് അംബാനിയുടെ കുറെ റീൽസ് നമ്മൾ കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ റീൽസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ഒരു ദീർഘമായിട്ടുള്ള നിരയായിരിക്കും. അപ്പൊ അതിൽ വരുന്ന 12 വാഹനങ്ങളിൽ 7ാമത്തേതിലാണ് അംബാനി വരുന്നത്. അതെ, അപ്പൊ അതിൽ നമുക്ക് നിരവധി വാഹനങ്ങൾ കാണാം. ഫോർച്യൂണർ ഉണ്ട്, MGയുടെ ഗ്ലോസ്റ്റർ ഉണ്ട്, പിന്നെ ബെൻസിന്റെ വാഹനങ്ങളുണ്ട്, ഈവൻ ബെൻസിന്റെ ഒരു വാനുണ്ട്, കാർണിവലിന്റെ സെയിം ഇതിൽ വരുന്ന ഒരു വാനുണ്ട്. അങ്ങനെ നിരവധി വാഹനങ്ങൾ കാണാൻ സാധിക്കും. അപ്പം വിനുചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാർ വരുമ്പോൾ അവർ വരുന്ന വാഹനവും അതിനോടൊപ്പം ശ്രദ്ധിക്കപ്പെടുകയാണ്. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയൊക്കെ ഉപയോഗിച്ച ആ ഒരു വാഹനത്തിന്റെ പടങ്ങൾ എത്ര മീഡിയാസ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആലോചിച്ചിട്ട് ഇത് കിയ പൈസ കൊടുത്ത് ഇതിന്റെ പടം പത്രത്തിലോ ചാനലുകളിലോ കൊടുക്കാനാണ് ശ്രമിച്ചതെങ്കിൽ അതിന് എത്ര കോടി രൂപ വേണ്ടി വരും എന്നുള്ളത് ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. കറക്റ്റാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ചിന്തിച്ച് ഒരുപാട് സമയം കളയുന്നില്ല. റേഡിയോയിൽ പാട്ടാണ് വരുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. റേഡിയോ ഗാരേജിൽ നമ്മൾ റിലീസ് ചെയ്ത, പണ്ട് വളരെയധികം സജീവമായിരുന്നു, ഇടക്കാലത്ത് എവിടെയൊക്കെയോ പോയി, പിന്നീട് വളരെയധികം ഗംഭീരമായിട്ട് തിരിച്ചു കൊണ്ടുവന്ന വാഹനങ്ങളുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ വിനുവും കെവിനുമുണ്ട് കൂടെ. അടുത്തത് ഏതാണ്? മഹീന്ദ്ര ഥാർ എന്ന് പറയുമ്പോ താർ റോക്സ് ആണോ താറാണോ? താറിന് ശേഷമാണ് റോക്സ് വന്നത്. താറാണ്. അപ്പൊ താറിന്റെ
ഒരു പണ്ട് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വളരെയധികം ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ആവേശത്തോടെ വാഹന പ്രേമികൾ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏത് കാലഘട്ടത്തിലേക്കാണ് കെവിൻ പോകാൻ പോകുന്നത്? പഴയ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഹൈ റേഞ്ചിലൊക്കെ നമ്മൾ ഇപ്പോഴും കാണാൻ പറ്റുന്ന ആ ഒരു ജീപ്പ്. ഓക്കെ, അതിന്റെ ഒരു ജീപ്പ് എന്ന് പറയുന്ന വണ്ടി ശരിക്കും അതൊന്നും അല്ല ജീപ്പ് എന്ന് നമ്മൾ പിന്നീടാണ് മനസ്സിലായത്. എന്നാലും ഇപ്പൊ നമ്മൾ ഇടുക്കിയുടെ ഏതെങ്കിലും മേഖലയിലോ അല്ലെങ്കിൽ കോട്ടയത്ത് തന്നെ അത്യാവശ്യം ഹൈ റേഞ്ച് ഏരിയയിലേക്ക് ചെന്നാലോ അല്ലെങ്കിൽ വയനാട് എവിടെ പോയാലും ആ ഒരു ജീപ്പ് വിളിക്കുന്നേ പറയുള്ളൂ. പക്ഷെ ഇപ്പൊ വിളിച്ചിട്ട് വരുന്നത് ജീപ്പ് അല്ല എന്നുള്ളത് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഒരു വാഹനം ഒരു റീ റിലീസ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ പോലും അതിന് കംപ്ലീറ്റ്ലി പുതിയൊരു പേര് കൊടുത്തു. പുതിയൊരു വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് താർ എന്നുള്ള ഒരു പേര് മഹീന്ദ്ര കൊടുത്തത്. പിന്നെ നടന്നത് ചരിത്രമാണ്. നമ്മളിപ്പോ റീ റിലീസ് ചെയ്ത വാഹനത്തിന് മഹീന്ദ്ര മേജറും തന്നെയാണ് പേര് കൊടുത്തിരുന്നതെങ്കിൽ ഒരു പക്ഷേ എനിക്കറിയില്ല. ഇതിപ്പോ എല്ലാം കൊണ്ട് അടിമുടി മാറ്റങ്ങളുമായിട്ട് വന്നിട്ട് അതിനൊരു പേര് കൊടുത്തു, താർ. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ താറുമുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി റോഡ് മുഴുവൻ. എന്തായാലും എനിക്കൊന്ന് കോവിഡ് സമയത്ത് വൈറസിനെക്കാളും കൂടുതൽ ഫേമസ് ആയത് താറാണ്. ശരിയാണ് കേട്ടോ. അത് ഇപ്പോ വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. വേറെ ഏത് വാഹനം വാങ്ങിയാലും അതൊരു കാറാണ്, പക്ഷെ ഇതൊരു താറാണ്. അതായത് കെവിൻ, നമ്മളിപ്പോ മേജറിലേക്ക് തിരിച്ചു പോയാൽ, മേജറിലേക്ക് അങ്ങനെ ഒരുപാട് തിരിച്ചൊന്നും പോകേണ്ടി വരില്ല. നമ്മൾ തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ പോലും അല്ലെങ്കിൽ റേഡിയോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും വീട്ടിൽ ഹൈ റേഞ്ച് ആവശ്യങ്ങൾ ഇല്ലെങ്കിൽ പോലും വീട്ടിലൊരു മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാർ ഉണ്ടാവുമായിരിക്കും. എന്നാൽ ഇതും കൂടി കിടക്കണം, ഗ്യാരേജിന്റെ സൈഡിൽ ഇതും കൂടി കിടക്കുമ്പോൾ, പോർച്ചിൽ ഇതും കൂടി കിടക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഇപ്പൊ കോട്ടയത്ത് താമസിക്കുന്ന പലർക്കും ചിലപ്പോൾ ഇടുക്കിയിൽ ചെറിയ തോട്ടമോ എന്തെങ്കിലും ചെറിയ കൃഷി പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിലൊന്ന് ഇടുക്കി വരെ പോയിട്ട് വരാൻ വേണ്ടി, ഇടുക്കിക്കാർക്കാണെങ്കിൽ ഏറെക്കുറെ എല്ലാ മനുഷ്യരുടെയും വീട്ടിൽ, അതിലിപ്പോ നമ്മളിപ്പോ നാട്ടിൽ അല്ലെങ്കിൽ നാട്ടിൻ പുറത്ത് കാറുള്ള വീട്, അയ്യോ അവര് പണ്ട് കാലത്തട്ടോ കാറുള്ള വീടാണെങ്കിൽ അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ ഉള്ള ആളുകളായിരിക്കും അല്ലേ. ഇങ്ങനെ ഒരു കാറ്റഗറി ചെയ്ത് മനുഷ്യരെ അളക്കാത്തൊരു വാഹനമാണ് മേജർ എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. അതിന്റെ കാരണം ഇത് അങ്ങനെ ഒരു മനുഷ്യന്റെ സാമ്പത്തിക ശേഷി കാണിക്കാൻ വേണ്ടി വീട്ടിൽ വാങ്ങിച്ചിടുന്നതല്ല, നല്ലതുപോലെ പണിയെടുപ്പിക്കാൻ വാങ്ങിച്ചിടുന്ന ഒരു വാഹനമാണ് ഇടുക്കിയിൽ മേജർ. അത് മാത്രമല്ല, ഈവൻ മേജർ എന്ന് പറയുന്നത് ഒരു 3 ഡോർ വാഹനമാണ്. അതിനൊരു 5 സീറ്റർ കമാൻഡർ എന്നൊരു വേർഷൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇടുക്കി ഭാഗങ്ങളിൽ പോയാലാണ് കാണാൻ പറ്റുന്നത്. നടുവില് ഡ്രൈവറിന്റെ തൊട്ടു പുറകിൽ നടുവിൽ ഒരു സീറ്റ്, അതിന് പുറകില് പിന്നെയും ഒരു സീറ്റ്. ആ ഒരു കോമ്പിനേഷൻ നമുക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും പുതിയ താർ റോക്സും ആയിട്ട് വന്നിരുന്നത്. അതിലിപ്പോ താറും താർ റോക്സും നമ്മൾ ഫോട്ടോഷൂട്ട് അടക്കമുള്ള വൻ റിച്ച് പരിപാടികൾക്ക് ആംബിയൻസിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ, നേരെ മേജറിലേക്കും, അതായത് ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിലേക്ക് പോയി കഴിഞ്ഞാൽ തോട്ടത്തിലെ പണി മുതൽ ചാക്കുകെട്ടുകൾ കയറ്റി വയ്ക്കുന്നു, ചെളിയിലൂടെ പോകുന്നു, കുന്നുകയറുന്നു എന്ന് വേണ്ട, ഒരു വാഹനത്തെ കൊണ്ട് പണിയെടുപ്പിക്കാവുന്നതിന്റെ മാക്സിമം ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വാഹനമാണ്. അത് മാത്രമല്ല, നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ വീട്ടിലെ പഴയ ആൽബത്തിലോട്ടൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ എല്ലാരും ചാരി നിൽക്കുന്ന ഒരു മേജറോ ഒരു കമാൻഡറോ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ പഴയ ഫേസ്ബുക്കിലെ ഫോട്ടോസ് ഒക്കെ തപ്പി പോവുകയാണെങ്കിൽ ഒന്ന് ചാരി നിൽക്കുന്ന നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചാരി നിൽക്കുന്ന ഒരു ഫോട്ടോ എന്തായാലും ഉണ്ടാവും. അതാണ് ആ ഒരു വാഹനവുമായിട്ടുള്ള കണക്ഷൻ. പക്ഷേ പുതിയ താറിലേക്ക് വന്ന സമയത്ത് ആ ഒരു പഴയ സംസ്കാരത്തിൽ നമ്മൾ ഒത്തിരി മുമ്പോട്ട് വന്നെങ്കിൽ പോലും, പണ്ട് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു വലിയ ട്രാവലർ വിളിച്ച് ടൂർ പോകുന്നതിൽ നിന്ന് ഇപ്പോൾ ഒരു വാഹനത്തിൽ പോകുന്ന രീതിയിലേക്ക് മാറി. പക്ഷെ അപ്പോഴും ആ ഒരു ഓർമ്മ ക്യാരി ചെയ്യാനായിട്ട് ഈ വാഹനങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും. പിന്നെ എനിക്കൊന്ന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 4 വീൽ ഡ്രൈവ് നാട്ടിൻ പുറത്തുകാർക്ക് വളരെയധികം സുപരിചിതമാക്കി കൊടുത്ത, ഫെമിലിയർ ആക്കി കൊടുത്ത ഒരു വണ്ടിയാണ്. 4 വീൽ ഡ്രൈവ് അല്ല, ഹനുമാൻ ഗിയർ അങ്ങനെ തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് ഓർമ്മകളിലേക്ക് പോകുന്ന നേരം, റേഡിയോയിൽ പാട്ട് വരുന്ന നേരമാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. റേഡിയോ ഗാരേജ് ഏറെക്കുറെ നമ്മൾ റീ റിലീസ് ചെയ്ത വാഹനങ്ങളെ പറ്റി പറഞ്ഞ് സമയം തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തി. വിനുവും കെവിനും ഉണ്ട്. ഒരുപാട് വാഹനങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ കെവിൻ. അതിൽ റീ റിലീസ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയി ഓടുന്ന, ഇപ്പോഴും ഹൗസ്ഫുള്ളായി ഓടുന്ന വാഹനങ്ങളെ പറ്റിയും പറഞ്ഞു. ആരും അറിയാതെ ചമ്മി തിരിച്ചുപോയ വാഹനത്തെ പറ്റിയൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് പണ്ട് ഉണ്ടായിരുന്ന വാഹനം വീണ്ടും വരുന്നത്? ഇവർക്ക് കണ്ടുപിടുത്തത്തിന് ദാരിദ്ര്യം അനുഭവപ്പെട്ടതുകൊണ്ടാണോ? പുതിയതൊരെണ്ണം കണ്ടുപിടിച്ചാൽ പോരെ, ഈ പഴയതിനെ വീണ്ടും കൊണ്ടുവന്ന് അതിന്റെ ആവശ്യമുണ്ടോ? അല്ല, അത് ആക്ച്വലി അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പം സാൻഡ്രോ എന്ന് പറഞ്ഞൊരു വാഹനം ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, സാൻഡ്രോ എന്നൊരു വാഹനം ഇന്ത്യൻ ജനതയ്ക്ക് അറിയാം അതൊരു വാഹനമാണ്, അത് ഇന്ന കാലഘട്ടത്തിൽ ഇന്ന പർപ്പസിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനമാണ്. അത് ഓൾറെഡി അതിനൊരു ഫാൻ ബേസും യൂസേഴ്സും ഉണ്ട്. അതിനെ വീണ്ടും റീ ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കുമ്പോൾ അത്രയും മാർക്കറ്റിംഗ് എക്സ്പെൻസ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ വാഹനം അല്ലെങ്കിൽ അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്നുള്ള ഒരു ടാഗ് ലൈൻ മാത്രമാണ് ആ ഒരു വാഹനത്തിന് കൊടുക്കേണ്ടതുള്ളൂ. അതിന്റെ റിലയബിലിറ്റി ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ടെസ്റ്റഡ് ആണ്. ശരി. അപ്പൊ വേറെ ഒരു പുതിയ വാഹനം
മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിന് സ്പെൻഡ് ചെയ്യേണ്ട മാർക്കറ്റിംഗ് എക്സ്പെൻസും അതിനെ സക്സസ് ആക്കി എടുക്കേണ്ട സക്സസ് എഫേർട്ടും അതിൻ്റെ റേഷ്യോയും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓക്കെ. സോ അതാണ് റിലീസുകളുടെ അല്ലെങ്കിൽ വാഹനങ്ങളുടെ റിലീസുകൾ ഏറ്റവും വ്യത്യസ്തമായി നിൽക്കാനായിട്ടുള്ള കാരണം. മനസ്സിലായി. അപ്പൊ എന്തായാലും ആദ്യ നാളുകളിൽ അല്ലെങ്കിൽ പണ്ട് കാലത്ത് വളരെയധികം ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ദൃശ്യവും ആടും ഒക്കെ പോലെ വളരെ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒന്നിന്റെ രണ്ടാം പാർട്ട് ഇറക്കുമ്പോൾ ഉറപ്പായിട്ടും ആദ്യത്തേതിനേക്കാൾ മികച്ചതാകുമല്ലോ, അല്ലെങ്കിൽ ആദ്യത്തേതുപോലെയൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച ആളുകൾ ചെല്ലുമല്ലോ, ആളുകൾ വാങ്ങിച്ചു തുടങ്ങുമല്ലോ. അവിടെയാണ് ഏറ്റവും വലിയ ചലഞ്ചിങ് പാർട്ട്. ഓക്കെ. കാര്യം ആദ്യത്തെ വാഹനം മികച്ചതാണെങ്കിൽ അതിലും മികച്ചതായിരിക്കണം റിലീസ്. ഉറപ്പായിട്ടും ഇവിടെ പല വാഹനങ്ങളും അങ്ങനെ വരാത്തത് കൊണ്ടാണ് അത് ഫ്ലോപ്പ് ആയി പോയത്. ശരി. എന്നാൽ അങ്ങനെ വന്ന വാഹനങ്ങൾ ഗംഭീരമായിട്ട് അങ്ങനെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും അല്ലെങ്കിൽ വേണമെങ്കിൽ റിലീസ് ചെയ്തിട്ട് ഗംഭീരം ആയതും ആകാത്തതും എല്ലാം നമ്മുടെ മുന്നിൽ വസ്തുതകളായിട്ട് നിലനിൽക്കുമ്പോൾ റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. റേഡിയോ ഗാരേജിൽ നമ്മൾ സമ്മർ വെക്കേഷൻ സമയത്ത് ഒരുപാട് റിലീസ് വാഹനങ്ങളുടെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപാട് വാഹനങ്ങൾ വീട്ടിൽ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വാഹനങ്ങൾ വാങ്ങിയിട്ട് വേണം സമ്മർ വെക്കേഷന് വീട്ടുകാരൊന്നിച്ച് യാത്ര പോകാൻ എന്ന് പോലും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളുണ്ട്. എങ്ങനെ വന്നാലും ഈ ഒരു വാഹന വിപണിയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ മനുഷ്യർ വാങ്ങിക്കുന്ന മാസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെവിന്റെ ഒരു അഭിപ്രായത്തിൽ ഏത് മാസമായിരിക്കും ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ വാങ്ങിക്കാൻ സാധ്യത? കൂടുതൽ സാധ്യത ഈ ഒരു സമ്മർ വെക്കേഷൻ സമയമാണ്. കാര്യം ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന ഒരു സമയം, അടുത്ത ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന ഒരു സമയം. അപ്പോൾ ഈ വാഹന നിർമ്മാണ കമ്പനികളുടെ ഫിനാൻഷ്യൽ ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രീവിയസ് വർഷം ഇത്ര വാഹനങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ ഇത്രണ്ണം ബാലൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കേരളത്തിൽ വിഷു അങ്ങനെയുള്ള മറ്റ് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് മാക്സിമം ഡിസ്കൗണ്ട് കൊടുത്ത് വാഹനങ്ങൾ വിൽക്കാറുണ്ട് എന്നുള്ള പരിപാടിയാണ്. പിന്നെ ഷോറൂമിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്ന ഒരു സമയം കൂടാണ്. കാര്യം ഫാമിലി മൊത്തമായിട്ട് പോകണമല്ലോ, വണ്ടി വാങ്ങിക്കാൻ അച്ഛനും അമ്മയും മാത്രം പോയാൽ പോരല്ലോ, കുട്ടികളെ ലീവ് എടുപ്പിക്കാതെ കൊണ്ടുപോകാൻ പറ്റും. വെക്കേഷൻ അതേ പറ്റുള്ളൂ. അതെ. പിന്നെ വാഹനങ്ങൾ വിൽക്കുന്ന ഒരു സമയം ഓണവും ക്രിസ്മസും ഇയർ എൻഡും. ഡിസംബർ ജനുവരി മാസത്തിലാണ് മറ്റുള്ള ഒരു വാഹന അടുത്തൊരു സീസൺ വരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ സീസൺ വരുമല്ലോ, നമ്മൾ വരുത്തുകയാണ്. ഈ വർഷത്തിൽ 12 മാസവും സീസൺ ആയിട്ടുള്ള പല സ്ഥാപനങ്ങളെ പറ്റി ഞാൻ ഈ സമയത്ത് ആലോചിക്കുമായിരുന്നു. പണ്ടൊക്കെ 1-2 സീസൺ ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോ സീസൺ അല്ലാത്ത സമയത്ത് ഇയർ എൻഡിങ് സെയിൽ എന്നൊക്കെ പറഞ്ഞൊരു സീസൺ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ. അല്ലെങ്കിൽ 24 hour സെയിൽസ്. അതെ, അല്ലെങ്കിൽ അത് തന്നെ കടക്കാലിയാക്കൽ പോലെയുള്ള രാത്രി സെയിൽ പോലെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് സീസൺ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓഫറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വാഹനങ്ങൾ എടുക്കാൻ സുരക്ഷിതമായി യാത്ര ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഗാരേജിന്റെ സമയയുടെ തീരുവാണ്. ഇത്രയും കൂടെ ഉണ്ടായിരുന്നത് വിനുവും കെവിനുമാണ്. വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഏറ്റവും ഉത്തരവാദിത്വത്തോടും സുരക്ഷയോടും കൂടി വാഹനങ്ങൾ ഓടിക്കുക. 2 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റും 4 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റും ധരിച്ചുകൊണ്ട് വളരെയധികം ഉത്തരവാദിത്വത്തോടും സുരക്ഷയോടും കൂടി മാത്രം വാഹനങ്ങൾ ഓടിക്കുക. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.